പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 23 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? അതിനായിട്ട് കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ആമേൻ ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറയാം. യഹോവ ഈരയായി ഈ പകൽക്കാലം നമ്മുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. യഹോവ റാഫയായി നമ്മുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. യഹോവ നിസിയായി നമ്മുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. യഹോവ ശാലോമായി നമ്മുടെ കൂടെ ഇരിക്കുന്നതിന് നന്ദി. യഹോവ എൽ ഷദായിയായി നമ്മുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുതകരമായി ഈ ദിവസം ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം. അപ്പ ഞങ്ങൾക്ക് തന്ന നിത്യജീവനായിട്ട് സ്തോത്രം. അങ്ങയുടെ മന്ദിരമാക്കി ഞങ്ങളെ തീർത്തതിന് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ഭവനമാക്കി ഞങ്ങളെ തീർത്തല്ലോ, അതിനേക്കാൾ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ്. സന്തോഷത്തോടെ അല്പസമയം കൂടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്. 71 സങ്കീർത്തനം 20 വാക്യവും 21 വാക്യവും ഇങ്ങനെ പറഞ്ഞത്, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ അങ്ങ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. കർത്താവ് എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എൻ്റെ ദൈവമേ, ഞാൻ വീണ കൊണ്ടും കർത്താവിനെയും കർത്താവിൻ്റെ വിശ്വസ്തതയും സ്തുതിക്കും. ആമേൻ. ഞാൻ കിന്നരം കൊണ്ട് കർത്താവിന് സ്തുതി പാടും. ആമേൻ. 23 വാക്യം പറയുന്നു, ഞാൻ കർത്താവിന് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും കർത്താവ് വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും. ഹല്ലേലൂയ. കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം പറയാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന പിതാവാകിയാൽ സ്തോത്രം. അങ്ങ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന അപ്പനാകിയാൽ സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം പറയുമ്പോൾ അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ ശക്തി രോഗികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. പരിപൂർണമായ സൗഖ്യം ഇപ്പോൾ തന്നെ രോഗികളുടെ മേൽ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ, ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നല്ലോ. അങ്ങയുടെ കരത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ലല്ലോ. പരിപൂർണ സൗഖ്യം കൊടുത്ത് കർത്താവ് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ജോലി, സാമ്പത്തിക വിഷയങ്ങൾ, ബിസിനസ്സിലെ വിഷയങ്ങളെല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. ഈ തിങ്കളാഴ്ച പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ മണ്ടയായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ മണ്ടയെന്ന് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന, അവരുടെ ഭാരപ്പെടുന്ന വിഷയത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കട്ടെ. ആമേൻ. ഇതൊരു മിറക്കിൾ മണ്ടയായി മാറട്ടെ. ഇതൊരു മിറക്കിൾ മണ്ടയായി മാറട്ടെ. അങ്ങനെ അത്ഭുത പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരെയും ദാസിമാരെയും ബ്ലെസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ ശുശ്രൂഷയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. ആമേൻ. അതുപോലെ ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായിട്ട് നന്ദി. ദൈവിക ഇടപെടലുകൾക്കായിട്ടൊക്കെ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഓൺലൈൻ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. നിശ്ചയമായിട്ടും അനുഗ്രഹമായിരിക്കും. ഗ്യാരണ്ടീഡ് ബ്ലെസ്സിങ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻറ്റായ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അയച്ചു തരാം. അതുപോലെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സൗഖ്യങ്ങൾ, അത്ഭുതകരമായ ഡെലിവറൻസ്
റെഫറൻസുകൾ നിങ്ങൾ ചെറിയ ഷോർട്ട് ക്ലിപ്പുകളായിട്ട് ഓഡിയോ മെസ്സേജുകളായിട്ട് അയച്ചു തന്നാൽ നമുക്കത് ഒരുമിച്ച് കേൾക്കാനും കർത്താവിന് നന്ദി പറയാനും ഇടവരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. ആക്ച്വലി അവിടെ എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവർ. അവരുടെ ഭീഷണത്തിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. നമുക്കറിയാം ഈ പത്രോസിൻ്റെ ലേഖനം എഴുതുന്ന കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് ദൈവമക്കൾ കഠിനമായ പീഡനങ്ങളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും ഒക്കെ കടന്നു പോകുന്നു. അവരെ തെറ്റിദ്ധരിക്കുകയും അവരെ ഒത്തിരി അതിൻ്റെ പേരിൽ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആമേൻ. അവരെ വിശ്വാസത്തിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഒത്തിരി പീഡനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു, ഒറ്റപ്പെടൽ നേരിടേണ്ടതായിട്ട് വന്നു. ആമേൻ. അവർ തെറ്റിദ്ധരിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ കഷ്ടത അനുഭവിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു. ആമേൻ. പല ദൈവമക്കളും അവർക്ക് പ്രഷറുണ്ടായി, അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ അവർ ഈ ദൈവീകമായ നീതി പ്രവൃത്തികളെ വിട്ട് അവരോട് കോംപ്രമൈസ് ചെയ്യാനുള്ള ഭയങ്കര പ്രഷറൊക്കെ അവർക്കുണ്ടായി. അങ്ങനെ നിൽക്കുന്നതിൻ്റെ നടുവിലാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവിക നീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആമേൻ, അത് മുഖാന്തരം നമുക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ പ്രതികൂല സാഹചര്യത്തിലും നന്മ പ്രവൃത്തികൾ ചെയ്ത് ആമേൻ തിന്മയെ വെടിഞ്ഞ് നന്മയെ പ്രവർത്തിക്കുന്നു എങ്കിൽ എന്തുണ്ടാകും? നിങ്ങൾക്ക് സ്വർഗീയ അപ്രൂവൽ ലഭിക്കും, സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം നമ്മളിതിൻ്റെ 2-3 വാക്യങ്ങൾ മേലിൽ നിന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഭാര്യമാരെങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു, ഭർത്താക്കന്മാരെങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹം. ഒരാൾ നമ്മളോട് ദോഷം ചെയ്തു, ഒരാൾ നമ്മളോട് പിണങ്ങി, അതുകൊണ്ട് നമ്മളും അവരോട് ദോഷം ചെയ്യുകയും പിണങ്ങുകയും ചെയ്യണം. പിന്നെ അവർ തമ്മിൽ എന്താ വ്യത്യാസവും? ഒരു വ്യത്യാസവും ഇല്ല. ആമേൻ. നമ്മൾ അധികം ഫലം കായ്ക്കുമ്പോഴാണ് നമ്മൾ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. എന്ന് വെച്ചാൽ എന്തുവാ? ഈ ബാഹ്യമായ ചടങ്ങുകളല്ല ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ പുറമേ ഉള്ള സൗന്ദര്യമല്ല കർത്താവ് നോക്കുന്നത്, അകമേ ഉള്ള സൗന്ദര്യം ഉണ്ടാകണം. ഇപ്പോൾ ചില പർട്ടിക്കുലർ ഡ്രസ്സ് മാത്രമേ ധരിക്കത്തുള്ളൂ, ചിലർ ആമേൻ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കത്തില്ല, ചിലർ വില കൂടിയതേ ധരിക്കും. ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് നമ്മൾ ദൈവിക നീതിയിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിതത്തിൽ ക്രമീകരണം ചെയ്ത് ജീവിത വിശുദ്ധി സൂക്ഷിക്കുമ്പോഴാണ് സ്വർഗം നമ്മളെ അംഗീകരിക്കുന്നത്. നമ്മളിപ്പോൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിപ്പോൾ എല്ലാവരെയും സ്നേഹിക്കാൻ പ്രയാസമാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കേട്ടതുപോലെ നമ്മളോട് കോപിക്കുന്നവരുണ്ടാകാം, നമ്മളോട് തിന്മ ചെയ്യുന്നവരുണ്ടാകാം, നമുക്ക് എതിരായി സംസാരിക്കുന്നവരുണ്ടാകാം. ഇതിൻ്റെയൊക്കെ നടുവിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, പക്ഷേ നമ്മളോട് തിന്മ ചെയ്യുന്നവരോട് നമ്മൾ തിന്മ ചെയ്യാനും, നമ്മളെ സ്നേഹിക്കാത്തവരെ നമ്മൾ സ്നേഹിക്കാതിരിക്കാനും, നമ്മളെ കണ്ടാൽ മിണ്ടാത്തവരോട് നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ തിന്മയാണ് ചെയ്യുന്നത്, നമ്മൾ അനീതിയാണ് ചെയ്യുന്നത്. നമ്മൾ ദൈവമക്കളാകുമ്പോൾ ക്ഷമിക്കുവാൻ പഠിക്കുന്നത്. യേശു പോലും ക്രൂശിൽ കിടന്ന് എന്താ ചെയ്ത്? ക്രൂശിൽ കിടന്ന് ശത്രുക്കളെ സ്നേഹിക്കുക ചെയ്ത്. യേശുവ ആമേൻ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ആമേൻ നീതി നിമിത്തം പീഡ അനുഭവിക്കപ്പെടുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ, കാരണം അവർക്ക് ആ ദൈവരാജ്യമുള്ളൂ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്നെ ഒരാൾ നിന്ദിക്കുമ്പോൾ, എന്നെ ഒരാൾ പരിഹസിക്കുമ്പോൾ, എനിക്കെതിരായി ദോഷം നിരൂപിക്കുമ്പോൾ, തിന്മ ചെയ്യുമ്പോൾ ഞാൻ അവരോട് അതുപോലെ പെരുമാറാത്തതിന് കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ബോധ്യം കൊണ്ടാണ്. എൻ്റെ കർത്താവിൻ്റെ നാമം നിന്ദിക്കപ്പെടരുത്, ദുഷിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തിന്മ ചെയ്യാത്തത്. അല്ലെങ്കിൽ എന്നോട് പെരുമാറുന്നവരോട്, എന്നോട് ദേഷ്യത്തോടെ ഇടപെടുന്നവരോട് ഞാൻ തിരിച്ചിടപെടാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ചെയ്യാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മാതൃക പിന്തുടരേണ്ടവനാണ്, ദൈവിക സ്വഭാവത്തെ വെളിപ്പെടുത്തേണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ഓഫീസിലായാലും വീട്ടിലായാലും നാട്ടുകാരുടെ ഇടയിലായാലും നമ്മൾ എന്ത് ചെയ്യണം? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ദാനിയേൽ രാജകൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ ദാനിയേലിന് വേണേൽ കോംപ്രമൈസ് ചെയ്യാമായിരുന്നു, പക്ഷേ ദാനിയേൽ കോംപ്രമൈസ് ചെയ്യില്ല. തൻ്റെ ദൈവിക വിധിപ്രകാരം തന്നെയാണ് ജീവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെ അനുസരിച്ച് കോംപ്രമൈസ് ഇല്ലാതെ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവിക നന്മകളെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കോംപ്രമൈസ് ക്രിസ്ത്യനാകാൻ ഇടവരരുത്. ചർച്ച വെച്ച് നമ്മൾ ഭയങ്കര വിശ്വാസമുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഭയങ്കര വിശ്വാസം, പുറത്തിറങ്ങുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ സ്വഭാവം വേറെയാണെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം. ആമേൻ. എന്നിട്ട് പറഞ്ഞു, കർത്താവേ
അങ്ങയുടെ ഹിതപ്രകാരം ഒരു റൈറ്റ് ദൈവത്തിന് ഹിതമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങൾ അന്ത്യകാലഘട്ടത്തിലൂടെ സഭ പോകുമ്പോൾ പ്രിയപ്പെട്ടവർ, ഒരിക്കലും ഒരു കോംപ്രമൈസ് ക്രിസ്ത്യാനിയായി ഇടവരാതെ, അശുദ്ധനായി തീരാൻ ഇടവരാതെ, ജീവിത വിശുദ്ധി സൂക്ഷിച്ച് പാപത്തെ വെറുത്ത് ഈ ലോകത്തിൽ നീതിയോടെ ജീവിക്കുക. അതിന് കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. കരമുയർത്തി ഒന്ന് എന്നോട് ചേർന്ന് പറഞ്ഞ്, കർത്താവേ, ഈ അന്ത്യകാലത്ത് ജീവിത വിശുദ്ധി സൂക്ഷിച്ച് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ ദൈവിക നീതിയെ വെളിപ്പെടുത്തുവാൻ എന്നെ ഉപയോഗിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവി നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.